മാമു ആ എത്രയോ കാലമായിട്ട് ഈ വണ്ടി ഞാൻ ഇവിടെ കാണും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് പണിയാൻ ഇവിടെ കൊണ്ടുവരും. മാമന് ഇത് ശരിക്കും പണി കൊടുക്കും. എടാ ഞാൻ പണി തേക്കെ കൊടുക്കണുണ്ട്. എടാ കൊണ്ടുപോകണവന്മാര് വണ്ടി സൂക്ഷിക്കണം. തോന്നുമ്പോഴൊക്കെ ഓട്ടിച്ചാണ്ടല്ലേ വണ്ടി ഇങ്ങനെ കുഴപ്പങ്ങളും ഉണ്ടാവും. മനസ്സിലായ? അല്ല മാമന് പണി അറിയാൻ വയ്യാട്ടല്ല. നിനക്ക് പണി അറിയാമോ? എനിക്കറിയാൻ മേല. അറിയാൻ വയ്യാത്ത പണിക്ക് ഞാൻ പോകാറുമില്ല. അതാണ് നല്ലത്. നീ ഇങ്ങോട്ട് വിടാനൊന്നും വരല്ല. ചുമ്മാ വന്ന് ഇരുന്നോണ്ട് തുറപ്പ്. പിന്നെ അങ്ങനെ കൂടുതൽ ഞാൻ പറഞ്ഞാലേ എനിക്കും പറയാനുണ്ട്. ആ മൂലക്കിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അയച്ചു വെച്ചിട്ട് എത്ര കാലമായി, അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ മാമന് പറ്റുമോ? ഇതിന്റെ സാധനം നീ വാങ്ങിച്ചോണ്ട് വരൂ. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇവിടെ ഇല്ലാതെ മാമനെ എഴുതി ലിസ്റ്റ് ഇങ്ങോട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് തരാം. ഞാൻ ലിസ്റ്റ് അയച്ചാൽ നീ മാറ്റോണ്ട് വാ. ലിസ്റ്റ് ഇട് മാമ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആശാനെ വണ്ടി ശരിയാക്കോ? ശരിയാക്കോ എന്നാ പിന്നെ എന്തിന്റെ വർഷപ്പെടുന്നു വെച്ചേക്കുന്നത്? ഇഞ്ചി കച്ചവടം ചെയ്യാനൊന്നും അല്ല കേട്ടാ. ആശാനെ വണ്ടി ഫുൾ കണ്ടീഷൻ ആണ്, പക്ഷെ രാവിലെ എടുത്തിട്ട് സ്റ്റാർട്ട് ആവണില്ല. സ്റ്റാർട്ട് ആവണില്ല? അതെന്ത് പറ്റി? അതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവരുമോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ല. സ്റ്റാർട്ട് ആവണില്ല ആശാനെ. അപ്പൊ എഞ്ചിൻ പണി തന്നെ. അതെങ്ങനെ പൊളിച്ചു നോക്കാതെ ആശാന് മനസ്സിലായി എഞ്ചിൻ പണിയെന്ന്? എടാ എനിക്ക് കണ്ടാ അറിയാം. ഇത് എഞ്ചിൻ പണിയാണ്. ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് വാ. കഴിഞ്ഞ് വരാൻ പറ്റൂല ആശാനെ, എനിക്ക് ഇന്ന് റൈഡ് ഉണ്ട്. റൈഡാ? ഓ അതെന്തര്? അത് നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോണ്. അത് പിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ. ഞാൻ നിങ്ങളെ ഒരിടത്തും വെച്ച് കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇതുവരെ കണ്ടിട്ടില്ല. ഒരു തവണ നീ വീട്ടിൽ വന്നിട്ടില്ലേ? ഒരു തവണ ഈ വീട്ടിൽ വന്നിട്ടില്ല. വന്നിട്ടില്ലല്ലേ? വന്നിട്ടില്ല ആശാനെ. അത് ആലോചിച്ചെടുക്കാൻ നേരം വിളിക്കും. ആശാൻ വണ്ടി നോക്ക്. എടാ നോക്കാം. ഇതാര്? ഇതെന്റെ കൂട്ടുകാരൻ മേഘനാഥൻ. അവന്റെ പേരാ? ഓ മേഘനാഥനാ? ജിമ്മ് നടത്തുന്ന പയ്യനാ. എന്തൊരു ജിമ്മ്? ജിമ്മോ? എന്ത് കണ്ടിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നു. പെരിക്ക് കാണിച്ച് കൊട്ടാളിയാ അങ്ങോട്ട്. അളിയാ നാട്ടിയാ. കിട്ടി. കണ്ണാപ്പ നിന്റെ പേര്? കണ്ണാപ്പല്ല കണ്ണാപ്പി. കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഇടാൻ പറ്റിയ പേര്. കൂടുതൽ സാധനവും. മണിക്കുട്ടായി. പോത്തിനും കാളയ്ക്കും പറഞ്ഞ പേര്. സ്വന്തം പേര് കളിയാക്കുമ്പോ കൊണ്ട് വീട്ടിൽ വന്ന് കളിയാക്കുന്നു. അതെ ഒന്നും ചെയ്യണ്ട. നീ ഒന്നും ചെയ്യണ്ട അല്ലേ, ഞാൻ പറയാം സമയം. കണ്ടല്ലേ ചെറുക്കനെ? ഇവനാള് ശരിയല്ല. യവൻ പിങ്കിയുടെ കൂടെ പുറകെ നടക്കുന്നവനാ. നീ ഒരുവണ പൂവും കൊണ്ടുവന്നില്ലേ? ആ പൂവും കാട് പിങ്കിക്ക് എടുത്താ. പിങ്കി കിട്ടിയാ വണ്ടി ശരിയാക്കാശാനെ. പിങ്കി ഒരു ഗ്ലാസ് വെള്ളം തരുമോ? എന്തിനു ആവശ്യമില്ലാതെ എന്തിനു നീ സംസാരിക്കാൻ പോയത്? ഞാനല്ല വഴക്കുണ്ടാക്കിയേ. വഴക്കുണ്ടാക്കി നീ അല്ലേ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പേരുകൾ വിളിച്ചെന്തിന്? ആദ്യം ആ മാമയല്ലേ വിളിച്ചു. ഒരു കാര്യം ചെയ്യ്, ഞാൻ വണ്ടി നന്നാക്കി തരാം. കുറച്ചേരം ഇവിടെ ഇരി ഇങ്ങോട്ട് വാ. പാടാളിയാ വാ, ഞാൻ വണ്ടി ശരിയാക്കി തരാം. അയ്യോ ഫ്രണ്ടൊക്കെ നോക്കണേ. അതൊക്കെ നോക്കാം. ഫ്രണ്ട് സ്റ്റെമ്പല്ല ഒന്ന്. ചെമ്പാ? ചെമ്പും പിത്തളായിക്കൊണ്ട് നീ അവിടെ ഇരി. അവനെന്താ സ്വഭാവം അറിയാൻ വയ്യാത്ത എന്താ? എന്റെ പൊന്നു മാമ, കണ്ണപ്പി ഓരോന്ന് തമാശക്ക് പറഞ്ഞെന്ന് പറഞ്ഞു മാമ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാവൂ? താണ്ടേ അവന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ കാല് കുത്തരുതെന്ന്. ഇതിന്റെ കൂട്ടുകാരനായോണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ മറ്റേ കറാണക്കുറ്റി അടിച്ച് പൊളിച്ചാൽ. മാമ എന്തായാലും വെറുതെ വിട്ടതെന്ന് അല്ലേ കാണായിരുന്നു. പിന്നെ എന്തോന്ന് നിനക്കറിയാവല്ലോടി, അന്ന് അവന് വീട്ടിൽ വന്നിട്ട് എന്റെ അടിയും കൊണ്ട് വാലും ചുറ്റി ഓടി നിനക്ക് അറിഞ്ഞൂടായോ? അതൊക്കെ അന്ന് എന്റെ മാമനായിട്ട് മാത്രമാണ് അവൻ വെറുതെ വിട്ടത്. എന്റെ പൊന്നു മാമ, മാമൻ അങ്ങനെ ഒറ്റയ്ക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയാണ്. എന്താടി ഒറ്റയ്ക്ക് പോയാല്? അവന്റെ കൈ കിട്ടിയ കഴിഞ്ഞാ തീരും. പിന്നെ പേടിപ്പിക്കല്ലേ ഇമാതെ. മാമൻ അവന്റെ സ്വഭാവം അറിഞ്ഞൂടാത്തോണ്ടാണ്. അവൻ സൈക്കോണ് മാമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാ ഓട്ടിച്ചിട്ട് കോഴിയെ കൊണ്ട് മുട്ടയടിപ്പിക്കാം. പട്ടിയുടെ വാല് നൂരുന്നില്ലെന്ന് പറഞ്ഞിട്ട് PVC പൈപ്പിനകത്ത് കയറ്റാം. പിന്നെ കറണ്ട് കമ്പിരത്ത് ഊഞ്ഞാല് കെട്ടിക്കളിക്കാം. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. മത്തി തലയ്ക്കകത്ത് പടക്കം വെച്ചിട്ട് പൂച്ച കിട്ടി കൊടുക്കും. അങ്ങനൊക്കെ ചെയ്യുന്നവരാ നമ്മുടെ നാട്ടിൽ.
വട്ടന്മാരെന്ന് വിളിക്കുന്നത്. അവന് വട്ട. വട്ടല്ല, ഇത് അതിനെക്കാട്ടും കൂടിയതാണ്. ചുമ്മാ പേടിപ്പിക്കല്ലേ നീ. ഈ എടി അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നല്ല ഓമനത്തുള്ള മുഖമാ കണ്ണാപ്പിയുടെ. ഓമനത്തുള്ള മൊണ്ണയായ മുഖം. അതൊക്കെ മാമന് തോന്നുന്നതാ. നാളെ എങ്ങനെ മാമന്റെ വായനകത്ത് ആമിട്ടിട്ട് പൊട്ടിക്കുന്ന ആര് കണ്ട്? ചുമ്മാ അങ്ങനൊന്നും ചെയ്യത്തില്ല അവന്. അങ്ങനൊന്നും അവൻ ചെയ്യത്തില്ല. എനിക്ക് ഉറപ്പാ അങ്ങനൊന്നും ചെയ്യത്തില്ല. തോന്നുന്നതാ അവ അങ്ങനെയൊക്കെ ചെയ്യും. അല്ല, ഭ്രാന്തായാലും അങ്ങനൊക്കെ ഒരു മനുഷ്യനെ ചെയ്യൂ? ഭ്രാന്തല്ലെന്ന് പറഞ്ഞില്ലേ, വേറെന്തോ രോഗമാണ്. പേടിക്കണ്ട. മോളിയെന്നേ മാമനൊരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ട്. വെള്ളം എടുത്തുണ്ടായിരുന്നു. അവന് അങ്ങനൊന്നും അവനൊന്നും ചെയ്യത്തില്ല. ഒന്നുമില്ല, ഈ 3-4 തവണ ഞങ്ങൾ തമ്മിൽ കണ്ടുപരിചയില്ലേ. പാവം മാമൻ എല്ലാം വിശ്വസിച്ച് പണ്ട് തന്നെ പേടിച്ചു. വെള്ളം. വെള്ളമോ? ഓ, ആർക്ക്? മാമന്. അതിന് ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. മാമൻ നേരത്തെ ചോദിച്ചോണ്ടാണ് ഞാൻ വെള്ളം എടുത്തോണ്ട് വന്നേ. ചോദിച്ചായിരുന്നു? ചോദിച്ചു. ചിലപ്പോ ചോദിച്ചു കാണുമേ. കുടിക്കുക. പേടിക്കണ്ട, പ്രഷർ കൂടിയോണ്ടായിരിക്കും ചിലപ്പോ. മതിയോ? ആശാനെ, ആശാനെ, എന്റെ വണ്ടി ശരിയാവോ ആശാനെ? അതിനിടയിൽ ഞാനും നോക്കണേ ശരിയാവും. ഇതിന്റെ കംപ്ലൈന്റ് എന്തെന്ന് കണ്ടുപിടിച്ചെങ്കിൽ അവിടെ വെച്ചെങ്കിൽ ശരിയാക്കാൻ. അങ്ങോട്ട് വണ്ടി മൊത്തം നോക്ക ആശാനെ. ഏയ്, നീ ഇത് പെട്രോൾ വല്ലതും അടിച്ചാ? എന്തൊരു ചോദ്യം. ടാങ്ക് നിറച്ച് പെട്രോൾ അല്ലേ? ഇന്നലെ 1/2 ലിറ്റർ കുപ്പി നിറയെ അങ്ങ് വീഴ്ത്തി. 1/2 ലിറ്റർ കുപ്പി നിറയെ അങ്ങ് വീഴ്ത്തി ഈ വണ്ടിയില്ലേ? ഓ, നിനക്ക് നാണല്ലേടാ 1/2 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നടക്കണേ. ആശാനെ, ആശാനെ സമ്മതിക്കണം. എന്താടേ? ആശ ഒറ്റ ഇരിപ്പിലൊക്കെ ഇരുന്നാലേ വണ്ടി ശരിയാക്കണേ. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. നിനക്ക് വെള്ളം വല്ലതും വേണോ? വെള്ളം വേണം ആശാനെ. ആശാൻ കുടിക്കാതെ ഞാൻ അങ്ങനെ കുടിക്കും. ഒരു കാര്യം ചെയ്യാം. ഓ, അവിടെ കടയാണ്, അവിടെ ചെന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ മതി. ചുമ്മാ എന്തിനാ ആശാനെ പാഴ്ചല വെള്ളത്തിനെ? പിങ്കിനോട് പറഞ്ഞ പിങ്കി വെള്ളം തരൂലേ? എടാ, എന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. നേരത്തെ ഇവിടെ ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവൻ ഇടിച്ചിനെ പിരിച്ചളഞ്ഞനെ. ഒന്ന് പോ ആശാനെ. ഞാൻ പോയി ഒരു ഗ്ലാസ് വെള്ളം കിട്ടും നോക്കിട്ടെ. അല്ലയാ, നീ ആശാൻ ഇവിടെ ഇരുന്ന കമ്പനിയോട് നീ നിന്റെ ജിമ്മിലെ കഥയൊക്കെ ആശാന് പറഞ്ഞൂടെ? പിന്നെ എന്തേ? പിങ്കി, പിങ്കി, എടി പിങ്കി. എന്താടാ? എന്ത് എന്ത്? നിന്നെ കാണാൻ വന്നേ. നിന്നെ കണ്ട് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചു. എന്നെ കണ്ട് സംസാരിക്കാനാ? ഇവിടെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ കണ്ണാപ്പി. നിന്നെ എത്ര കാലമായി പിങ്കി കണ്ടിട്ട്? അയ്യോ, നീ ഇപ്പൊ പുറത്തോട്ടൊന്നും വരക്കല്ലേ? ഞാൻ വരക്കില്ല പുറത്തോട്ടൊന്നും. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെയൊക്കെ വന്നാ. നിന്നെ കാണാനില്ലാത്ത ഞാൻ നിന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയി. ഞാൻ അറിഞ്ഞ അങ്ങോട്ട് പോയതൊക്കെ. ആര് പറഞ്ഞേ? റിങ്കി പറഞ്ഞു. റിങ്കി ചേച്ചി അവിടെ കണ്ട്. റിങ്കി ചേച്ചി എവിടെ പോയി? റിങ്കി ഇവിടെ ഇല്ല. മാമനും മാമിയാ? അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. ഡാഡി മമ്മി വീട്ടിലില്ല, തടപോട യാരുമില്ല, വിളയാട എടാ പതുക്കെ പറയടാ, മാമ അകത്തുണ്ട്. ഇങ്ങോട്ട് എങ്ങനെ വന്നു നിന്റെ തലമുണ്ട അടിച്ച് പൊട്ടിക്കും. മാമൻ വന്ന ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിക്കും. ഏത് കൂട്ടുകാരൻ? കണ്ടില്ലേ നേരത്തെ ജിമ്മ് നടത്തണ എന്റെ? ഈർക്കില്ല. അവന്റെ ഒറ്റ കൈക്കാണ്ട് നിന്റെ മാമൻ. ഓ, നീ എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാണ്ട്. ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ? ഞാൻ കളരിയാണ്. ഞാൻ കരോട്ടയാണ്. ആ സാധനം മാറ്റി കയ്യിലിരിക്കട്ടെ. അല്ല, അത് വേണ്ട, താഴെ ഇട്. കുഴപ്പമില്ല, എന്റെ കയ്യിലല്ലേ ഇരിക്കണേ. പിങ്കിയേ, ഡീ വെള്ളം കൊണ്ടുപോടി. പെട്ടെന്ന് വാ. കൂടെ കുടി. പിങ്കി വെള്ളം കുടിച്ചല്ലോ, മക്കളിയല്ലേ? അത് പിന്നെ വണ്ടി ശരിയായി കിട്ടാൻ കുറച്ച് കഴിയുന്ന ആശാൻ പറഞ്ഞ് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. പിങ്കി, അല്ലെ ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. അതെ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലേ
അത് നടത്തി കൊടുക്കാൻ ഞങ്ങൾ ബന്ധുക്കളുണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ള സഹായമൊന്നും വേണ്ട. പുറത്തുനിന്നുള്ള സഹായം എടുക്കണമെങ്കിൽ എന്നെ വിളിച്ചാ മതി. വിളിക്കാം. പിന്നെ കേട്ടാ ചെല്ലിയല്ലേ, നീയല്ലേ എനിക്കൊന്ന് കിടന്നുറങ്ങണം. മാമ്പേ കിടന്നുറങ്ങിക്കോ. നീ എണീച്ചില്ലേ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ല. എന്തുവാടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോടി പുറത്തോട്ട്. നീ അകത്തോട്ടും പോടാ. നിക്ക്. നീ എന്റെ അകത്തോട്ട് പോന്നേ. നീ പുറത്തോട്ട് പോ. നീ അകത്തോട്ടും പോ. എന്റെ അമ്മക്ക് ഇതെന്തൊരു കുതിരി. ഓ, അപ്പോ അടിപൊളി വണ്ടി തന്നെ. ഡേയ്, നീ ഇവിടെ എന്തിനു കാണിക്കുന്നത്? ആശാനെ ഞാൻ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഫ്ലോ ഞാൻ കളഞ്ഞല്ലോ. റൈഡ് പോയിക്കൊണ്ടിരിക്കണ ആശാനെ ആ ഡേ, എന്തരായി? അല്ല നടക്കൂ. ഒരു 2 ദിവസം താമസം ഇവിടെ വരൂ. 2 ദിവസം? ഓ, ഒരു നല്ല രീതി ചെക്ക് ചെയ്യണം. ചുമ്മാ വണ്ടി ശരിയാവില്ല തന്ന. ആശാനെ എന്തിനായാലും എനിക്ക് നല്ലപോലെ വിശക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി പുറത്ത് നിന്ന് കഴിച്ചിട്ട് വരാം. ഓ, പോയി നിങ്ങൾ കഴിച്ചിട്ടില്ല. പയ്യ വന്നാൽ വണ്ടി ഇവിടെ സൂക്ഷിച്ച് വെച്ചിക്കോ. പിന്നെ വണ്ടി ഇവിടെ ഇരിക്കും. കൊടുത്താൽ ലക്ഷങ്ങൾ കിട്ടണ വണ്ടിയാണ്. ഇവിടെ അത് പുള്ളി തന്നെ എനിക്ക് ഓടും പോകുന്നില്ല. ആരും എന്ന് ചോദിച്ചാലും കൊടുക്കല്ലേ. നീ അല്ലാതെ ആരും ഇവിടെ ഒന്ന് ചോദിക്കാൻ. പറഞ്ഞാ മതി. ആടാ ഡേയ്, ഞാൻ ലോറി എവിടെ കൊണ്ടുപോകണം? ആ ഞാനും പോയി വല്ലതും കഴിച്ചിട്ട് വരാം. അതേ നടക്കുള്ളൂ.